ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ചായൻ്റെ വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് കടി ഉണ്ടാക്കുന്നത് അപ്പമാണ് കേട്ടോ. അരി അരച്ച അപ്പം നമ്മളെ മലപ്പുറത്താരെ ഫേവറേറ്റ് കടിയാണ് കേട്ടോ രാവിലത്തെ. അങ്ങനെ അതൊരു ട്രിപ്പ് ആക്കാൻ വെച്ച് കൊടുത്തിട്ട് ഞാനിതാ കടലയാണ് ഇന്നേക്ക് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലൊക്കെ നന്നായിട്ട് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1.5 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം എരിവുള്ള മുളകും പൊടിയാണ്. പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോഴാണ് ഓർമ്മയത് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ എടുത്ത് വന്നപ്പോൾ നമ്മൾ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2ാം ട്രിപ്പും കൂടെ അരക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പെരുംജീരകപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു വല്ലുള്ളീൻ്റെ പകുതി ആണ് ഇട്ട് കൊടുക്കുന്നത്. വല്ലുള്ളി ഇട്ട മക്കൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഓല് ആ കറിയത്തെ വല്ലുള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ട് പാത്രത്തിൻ്റെ അരുവൊക്കെ അങ്ങനെ കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു പകുതി എടുത്തിട്ടുള്ളൂ. അതേപോലെ തക്കാളിയും തന്നെ അതിൻ്റെ പകുതി എടുക്കണുള്ളൂ കേട്ടോ. പിന്നെ എന്താ 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുക്കർ അടച്ച് വെച്ചാണ്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ 2ാം ട്രിപ്പ് അരിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ ആ പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള നാളികേരം കൂടി ഒന്ന് ചിരകി എടുക്കുകയാണ്. കറിയും ചായ ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് അപ്പം അങ്ങനെ ആക്കും പോലെ ചുട്ടെടുക്കാം. ഇന്ന് അങ്ങനെ നാളികേരമൊക്കെ ചിരകിയെടുത്ത് ഇനിയിപ്പം അതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതോടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നാളികേരമൊക്കെ ചിരകി അരച്ച് വെച്ചപ്പോഴേക്കും നമ്മളെ കറി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവി പോവട്ടെ എന്നിട്ട് വേണം കറിക്ക് നാളികേരം അരച്ച് പാരാൻ. ആ സമയം കൊണ്ട് ഇതാ ഞാൻ അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു ചായൻ്റെ കടി അപ്പം തന്നെയാണ് കേട്ടോ. ഈ അരി അരച്ച അപ്പം. മറ്റുള്ള കടികളോടൊക്കെ ഒന്നും അത്ര വലിയ തീർപ്പതിയൊന്നുമില്ല. ഒരാൾക്കൊന്ന് പറ്റിയ ഒരാൾക്കൊന്നും പറ്റൂല. ഇതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പറ്റിയൊരു കടി ഇത് തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ മിക്കവാറും ചായക്ക് കടി ഉണ്ടാക്കൽ രാവിലെ. അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. അത് പുതിയ ചട്ടിയാണ് കേട്ടോ. നമ്മൾ പഴയ ചട്ടി ഓട്ടെ. അപ്പോൾ ഞാൻ പുതിയ ചട്ടി വാങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ചുട്ടിട്ടേക്കാരം ചെറുതായിട്ട് ഒരു കിട്ടാനൊരു പ്രയാസമുണ്ട്. അതിന് ചുട്ട് അങ്ങനെ ശരിയായിക്കോളും. അതൊന്ന് റെഡിയായി 2ാമത് പാർന്നു കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ കറിയിൽ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നാളികേരം അരച്ചതും കൂടെ പാർന്നു കൊടുക്കുകയാണ്. അങ്ങനെ അത് നമ്മൾ അപ്പൊക്കെ ചുടൽ കഴിഞ്ഞിപ്പം ചായയുടെ കഴിഞ്ഞിട്ടോ മക്കൾ മദ്രസക്കൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വിറകടുപ്പിലാണ് കേട്ടോ ചോറിന് വെള്ളം വെച്ച് കൊടുക്കുന്നത്. അതാ തീയൊക്കെ നല്ല ഉഷാറായിട്ട് അവിടെ കത്തി പിടിച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്തുകൊണ്ട് പിന്നെ ചായ അടിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഇപ്പോൾ അതാ ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് മുരിങ്ങയാണ് കേട്ടോ. അതിനായിട്ട് ഇതൊരു ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കടുകിട്ട് പൊട്ടിച്ച് അതിന് ശേഷം നമ്മൾ കഴുകിയെടുത്ത മുരിങ്ങയും കൂടെ അതിൽ ഇട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ മുരിങ്ങ ഇട്ട് അപ്പം തന്നെ ഞാൻ നാളികേരം ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം ചതച്ചപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് അങ്ങനെ വെതറിയിട്ടിടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അതൊക്കെ അവിടെ ഒതുക്കി അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്നത് പരിപ്പും കുമ്പളങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം പരിപ്പൊക്കെ കഴുകി കുക്കറിലിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കുമ്പളങ്ങിയും കൂടി കഴുകി കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളം ചൂടായപ്പോൾ ഞാൻ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കണ്ടത് കേട്ടോ. ആ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. പിന്നെ ഇതൊരു തക്കാളി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞയ്ക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് ഓഫാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ചോറും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ചോറക്കട മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ കറിയും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മീൻ പൊരിച്ചെടുക്കാനുണ്ട്. അപ്പം ചട്ടിയിലൊക്കെ എണ്ണയൊക്കെ വെച്ച് ചൂടാക്കിയെടുത്ത് മീനും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മീൻ തലേ ദിവസം തന്നെ നന്നാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിവിടുത്തെ മീനല്ല കേട്ടോ, ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന മീനാണ്. നമ്മളെ ചേച്ചീൻ്റെ മരിയോളെ വീട് ആലപ്പുഴയാണ് കേട്ടോ. അപ്പോൾ അവർ ഓണത്തിന് പോയപ്പം അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഇത് കടൽ മീനല്ല കേട്ടോ, കായൽ മീനാണെന്നാണ് പറഞ്ഞത്. മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. കഷ്ണം വെട്ടുന്ന മീനാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കൂട്ടാനുകളൊക്കെ ഓസി കൂട്ടാനാണ് കേട്ടോ. കുമ്പളങ്ങ നമുക്ക് ചേച്ചീൻ്റെ തൊടിയിലുണ്ടായ ഒരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു, അതിൻ്റെ കഷ്ണം തന്നതായിരുന്നു കേട്ടോ. പിന്നെ മുരിങ്ങ, അതിപ്പോൾ നമ്മളെ മുറ്റത്ത് തന്നെ കട പൊരിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കറിക്ക് നാളികേരം അരച്ചതും കൂടെ ഒന്ന് പാർന്നു കൊടുക്കുകയാണ്. അങ്ങനത്തെ കറിക്കുള്ള നാളികേരമൊക്കെ പറന്ന് കണ്ട് അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് മീനിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റു ഭാഗം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ആണത് നമ്മളെ മീനും റെഡി ആയിട്ടുണ്ട്. കറിയും അവിടെ ഓഫാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നമ്മളെ ഓസി കൂട്ടാനും കൂട്ടി ഇപ്പോൾ ചോറൊക്കെ വയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ അന്ന് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ കേട്ടോ ഇന്നത്തെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.